friends, welcome to my channel. അപ്പോൾ നമ്മുടെ സദ്യ സീരീസിൽ ഇന്ന് ഞാൻ കുറുക്കുകാളന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ. കുറുക്കുകാളൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ സദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായയാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചക്കായ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാണ്, തൊലി കളയണം. പിന്നെ അത്ര തന്നെ അളവിൽ ചേനയും, ഒരു ചെറിയ കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ്, ഒരു തേങ്ങ, കുറച്ച് ജീരകം, ഒരു 3 പച്ചമുളക്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് ചേർക്കേണ്ടതാണ്. പിന്നെ ഇതൊരു 1/2 ലിറ്റർ തൈര് ഉണ്ടാവും. ആ തൈര് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചായിരുന്നു, അതിന്റെ കട്ട ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചാലിക്കുന്നതിന് വേണ്ടിയിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കടുകും എടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ബാക്കി ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം. ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ കൂടെ ഒരു ചട്ടിയിലോട്ട് ഇടുവാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നല്ല നൈസായിട്ട് പൊടിച്ച, ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. അത് എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മതിയെങ്കിൽ, എരിവ് കുറവ് മതിയെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. കുരുമുളക് പൊടിയിൽ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല, വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം ചേർത്താൽ മതി, ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇത് വേവാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഉപ്പ് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല, ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിനി എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും പിന്നെ ജീരകവും അത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, നന്നായിട്ട് അരയണം. നമ്മൾ കാളിനുണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് തേങ്ങയും പച്ചമുളകൊക്കെ നന്നായിട്ട് അരയണം, ജീരകമൊക്കെ. അപ്പം നമുക്കിത് നന്നായിട്ട് അധികം വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ കാളൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല. ഈ സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ തിളച്ച് വന്നാൽ പിന്നെ കുഴപ്പമില്ല, ഇത് പിരിഞ്ഞു പോവില്ല. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഈ കായയും ചേനയെല്ലാം കൂടെ ഇതിനകത്തോട്ട് കുറുകി വരണം, ഈ തൈരിൽ കുറുകി വരണം. അപ്പം നമ്മുടെ തൈര് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ തൈര് പിരിഞ്ഞൊന്നും പോലെ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, തൈര് പിരിഞ്ഞിട്ടൊന്നുമില്ല. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 5 മിനിറ്റ് സിമ്മിൽ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇത് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ ഇത് പിരിയാൻ ചാൻസ് ഇല്ല. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കാരണം ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട്, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്താൽ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. എന്നിട്ട് നമുക്കിതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കാൻ പോവാണ്. നന്നായിട്ട് തേങ്ങയും കൂടെ ആക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ചൂടാക്കിയ ഉലുവപ്പൊടി ഇടുവാണ്. ഉലുവപ്പൊടി ഒരുപാട് ഇടരുത്, കഴിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ട, കഷ്ണങ്ങളൊന്നും തന്നെ എന്താ പറയുക, ഒരുപാട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല.
ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. നമ്മൾ സദ്യക്കൊക്കെ ഈ പച്ചടി കുറുക്ക് കാളനൊക്കെ ആണെങ്കിൽ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കണം, തലേന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോഴാണ് പിറ്റേന്ന് കഴിക്കാൻ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്, അതിൻ്റെ അകത്ത് പുളിയൊക്കെ ഇറങ്ങിയിട്ട്. ഇനി നമുക്കിത് 2-3 മിനിറ്റും കൂടെ ഇതിങ്ങനെ ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുകൊക്കെ ചാലിച്ചിടാം. കടുക് ചാലിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഇനി നമുക്ക് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് സദ്യക്കൊക്കെ ആകുമ്പോൾ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സദ്യ റെസിപ്പി എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.